1986 ജൂൺ 22 മെക്സിക്കോയിലെ അസ്റ്റേക്ക സ്റ്റേഡിയം. അർജന്റീനയും ഇംഗ്ലണ്ടും തമ്മിൽ ലോകകപ്പിന്റെ ക്വാർട്ടർ ഫൈനലിൽ ഏറ്റുമുട്ടുന്നു. ചരിത്രപരമായും രാഷ്ട്രീയപരമായും സമ്മർദ്ദം മുറ്റിനിന്ന മത്സരം. ഫാക്ലൻഡ് ദ്വീപിന്റെ ഉടമസ്ഥാവകാശത്തെ ചൊല്ലിയുള്ള ഏറ്റുമുട്ടൽ. അതിന് പിന്നാലെ അരങ്ങേറിയ ആദ്യ ലോകകപ്പ്. അർജന്റീനയും ഇംഗ്ലണ്ടും നേർക്കുനേർ വരുന്നു. ഇരു രാജ്യങ്ങൾക്കും അഭിമാന പോരാട്ടമാണ്. ഗോളൊഴിഞ്ഞു നിന്ന ആദ്യ പകുതി. രണ്ടാം പകുതിയുടെ 6-ാം മിനിറ്റ്, അതായത് കളിയുടെ 51-ാം മിനിറ്റ്. ഫുട്ബോൾ ഇതിഹാസം ഡീഗോ മാറഡോണ എതിർ ബോക്സിലേക്ക് കുതിച്ചെത്തി. മധ്യനിരയിൽ നിന്ന് പന്തുമായി കുതിച്ച മാറഡോണ സഹതാരം ജോർജ് വാൾഡാനോയ്ക്ക് ഒരു പാസ് നൽകി. ഇംഗ്ലണ്ട് മിഡ്ഫീൽഡർ സ്റ്റീവ് ഹോഡ്ജ് ഈ പാസ് തടയാൻ ശ്രമിച്ചു. ഹോഡ്ജ് ഇടതുകാൽ കൊണ്ട് പിന്നിലേക്ക് പന്ത് തട്ടിമാറ്റാൻ ശ്രമിച്ചത് പിഴച്ചു. പന്ത് ഉയർന്നത് സ്വന്തം ഗോൾമുഖത്തേക്കായിരുന്നു. അപകടം മനസ്സിലാക്കി ഇംഗ്ലണ്ട് ഗോൾ കീപ്പർ പീറ്റർ ഷിൽട്ടൺ മുന്നോട്ട് കുതിച്ചു. എന്നാൽ ഷിൽട്ടനേക്കാൾ കുറിയ മനുഷ്യനായ മാറഡോണ അയാൾക്ക് മുന്നിൽ പന്തിലേക്ക് ഉയർന്നു ചാടി. ഉയർന്നു പൊങ്ങുന്നതിനിടെ മാറഡോണ കൈകൾ കൊണ്ട് ആ പന്തിനെ ഒന്ന് സ്പർശിച്ചു. ഷിൽട്ടന്റെ ഉയരത്തെ മറികടന്ന് പന്ത് വലയിലെത്തി. അർജന്റീന 1 ഗോളിന് മുന്നിൽ. എതിർ കളിക്കാരന്റെ കാലിൽ തട്ടി ഉയർന്ന പന്തിനെ റെഫറി ഓഫ് സൈഡ് വിളിച്ചില്ല. ഞൊടിയിടയിൽ അവസരം മുതലെടുക്കുകയായിരുന്നു മാറഡോണ. ഇംഗ്ലണ്ട് ടീം എതിർത്തെങ്കിലും ആ ഗോൾ അനുവദിക്കപ്പെട്ടു. റെഫറി ആ കൈക്രിയ കണ്ടില്ല എന്നതായിരുന്നു സത്യം. കളിക്ക് ശേഷം ആ ഹാൻഡ് ഗോളിനെ കുറിച്ച് ചോദിച്ചപ്പോഴാണ് മാറഡോണ ആ വിഖ്യാത വാചകം പറഞ്ഞത്. ആ ഗോൾ പിറന്നത് കുറച്ച് മാറഡോണയുടെ തല കൊണ്ടും പിന്നെ ദൈവത്തിൻ്റെ കൈ കൊണ്ടും എന്നായിരുന്നു ആ മറുപടി. ദൈവത്തിൻ്റെ കൈ എന്ന കുപ്രസിദ്ധിയിൽ മുങ്ങിപ്പോകുമായിരുന്ന തൻ്റെ കളിജീവിതത്തെ പക്ഷേ മാറഡോണ അതിജീവിച്ചത് എങ്ങനെയാണ്? അതേ ദിവസം, അതേ കളിയിൽ, അതേ സ്റ്റേഡിയത്തിൽ, അതേ എതിരാളികൾക്കെതിരെ ലോകം അത് കണ്ടു. ദൈവത്തിൻ്റെ കൈയല്ല, ദൈവം തന്നെ ഫുട്ബോൾ കളിക്കാൻ ഇറങ്ങിയതാണ് മാറഡോണയെന്ന് ആ കളി കണ്ടവർ വിശ്വസിച്ചു പോയി.